അത് അമ്മ സംഘടനയുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. അത് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ അവർ സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഉള്ളതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുകയും ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് ICC എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്ന് ഉള്ളതിനെ പറ്റി നമ്മളതിനെ അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താണ്. അത് പുറത്തുവിടണോ വേണ്ടോ എന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതിങ്ങനെ പൊതു താല്പര്യ ഹർജിയോ അതിൻ്റെ പേരിൽ വന്നതിൽ ആണ് കോടതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല. അത് പുറത്തു വിടണ്ടേ എന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല. അത് പുറത്തു വിട്ടാൽ പുറത്തു വിടും, പുറത്തു വിട്ടില്ലെങ്കിൽ പുറത്തു വിട്ടില്ല. അത്രേ അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാടെടുക്കാൻ പറ്റും. കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ടാണ് ആ പരാതിക്കാർ ഉന്നയിച്ച പരാതികൾ അത് ന്യായമായ പരാതികളാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിരവധി പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന അഭിനയ രംഗത്ത് മാത്രമല്ല അല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അമ്മ സംഘടനയും പ്രൊഡ്യൂസർ അസോസിയേഷനും മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സർക്കാർ ഇടപെടണമെന്ന് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടെ ഇടപെട്ട് സാധിച്ചിട്ടുണ്ട്.